ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന് വിവിധ ഭാഗങ്ങളിൽ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ 10,000-ഓളം ബംഗ്ലാദേശികളാണ് വ്യാജരേഖകളുമായി കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് 10 ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടിയതോടെയാണ് ഈ വൻ മാഫിയയുടെ പ്രവർത്തനങ്ങൾ വെളിച്ചത്തായത്. ഇവരുടെ കൈവശം കേരളത്തിലെ മേൽവിലാസത്തിലുള്ള ആധാർ കാർഡ്, പാൻ കാർഡ്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് എന്നിവയ്ക്കു പുറമെ റേഷൻ കാർഡ് വരെ ഉണ്ടായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് വെറും 700 രൂപ മുടക്കിയാൽ കേരളത്തിലെ വിലാസത്തിൽ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഇവർക്ക് ലഭിക്കുന്നു എന്നാണ്. ഇക്കൂട്ടർ ആദ്യം ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി വഴി പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ എത്തുന്നു. അവിടെ നിന്ന് പ്രാഥമികമായ വ്യാജരേഖകൾ സംഘടിപ്പിച്ച ശേഷം ഇവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ വലിയൊരു വിഭാഗം സ്ഥിരമായ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കേരളത്തിലേക്കാണ് വരുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ എന്ന ലേബലിൽ എത്തുന്ന ഇവർ കാലക്രമേണ ഇവിടെയുള്ള പ്രാദേശിക വിലാസങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കാൻ തുടങ്ങുന്നു. പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് വ്യാജരേഖ നിർമ്മാണത്തിന് പിന്നിൽ ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വൻ മാഫിയ സംഘം തന്നെയുണ്ട്. 700 രൂപ മാത്രം ഈടാക്കി ഇവർ നൽകുന്ന രേഖകൾ കണ്ടാൽ വ്യാജമാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. അത്രയ്ക്ക് കൃത്യതയോടെയാണ് ഇവർ വ്യാജരേഖകൾ നിർമ്മിക്കുന്നത്. കൊട്ടാരക്കരയിൽ പിടിയിലായവർ വർഷങ്ങളായി കേരളത്തിൽ താമസിക്കുന്നവരാണ്. ഇവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോൾ ലഭിച്ച ബംഗ്ലാദേശ് പാസ്പോർട്ടിന്റെ പകർപ്പുകളിൽ നിന്നാണ് ഇവർ ബംഗ്ലാദേശികളാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തിയ ഇവർ പിന്നീട് തങ്ങളുടെ ബന്ധുക്കളെ ഓരോരുത്തരെയായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. 13 വർഷം മുൻപ് പശ്ചിമ ബംഗാൾ വഴി കേരളത്തിലെത്തിയ മുഗൾ ഖാത്തൂൻ എന്ന ബംഗ്ലാദേശി വനിത മംതാസ് എന്ന പേരിൽ എല്ലാവിധ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകളും സ്വന്തമാക്കി കഴിഞ്ഞു. പിന്നീട് ഇവർ തന്റെ ബന്ധുക്കളെയും കേരളത്തിലേക്ക് കൊണ്ടുവന്നു. പിടിയിലാകുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പ് ഇവർ ബംഗ്ലാദേശ് പാസ്പോർട്ട് ഉപയോഗിച്ച് 2 കുട്ടികളുമായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയതായും വിവരമുണ്ട്. ഇത് അതീവ ഗുരുതര സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നതെന്ന് കേന്ദ്ര ഇന്റലിജൻസും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും വിലയിരുത്തുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും ഇത്തരത്തിൽ വ്യാജരേഖ ഉപയോഗിച്ച് കേരളത്തിൽ സുഖമായി താമസിക്കാൻ കഴിയും. പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരും ബംഗ്ലാദേശികളും തമ്മിൽ ഭാഷയിൽ നേരിയ വ്യത്യാസം മാത്രമേയുള്ളൂ. പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവർക്ക് ഇവരെ തിരിച്ചറിയാമെങ്കിലും ഭയം മൂലം ഇവർ വിവരങ്ങൾ പുറത്തു പറയാറില്ല. അന്വേഷണം ശക്തമായതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ ബംഗ്ലാദേശികൾ മടങ്ങിപ്പോകാൻ തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പല സ്ഥലങ്ങളിലും അതിഥി തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ നാട്ടിൽ പോയവർ തിരികെ വരാത്തത് മാത്രമല്ല, അന്വേഷണ ഏജൻസികളുടെ നീക്കവും ഇതിന് കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം അതിഥി തൊഴിലാളികളുടെ രേഖകൾ പരിശോധിക്കാനും ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താനുമുള്ള ശ്രമത്തിലാണ് അധികൃതർ.